ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കഴുകി വൃത്തിയാക്കി വെച്ച 10 ഞണ്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 3 വലിയ സവാള, പിന്നെ 15 കുഞ്ഞ് തക്കാളി, ഒരു 12 കുഞ്ഞ് ഉള്ളി, പിന്നെ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ട് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, അത് കുറച്ച് ചൂടായതിന് ശേഷം ഒരു 2 സ്പൂൺ മുളക് പൊടി, അതും കുറച്ചൊന്ന് ചൂടായതിന് ശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വീതം ഇളക്കിയെടുക്കാം. ഞാൻ പാത്രം ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നന്നായി വഴറ്റി വെളിച്ചെണ്ണയെല്ലാം പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആ രൂപത്തിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മൂപ്പിച്ചെടുത്ത പൊടികളൊക്കെ ചേർക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇതിലേക്ക് ഞാൻ 4 ഗ്രാമ്പൂ, ചെറിയ കഷ്ണം പട്ട എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി ചെറിയ തീയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കളറ് തന്നെ മാറിയിട്ടുണ്ട്, ഒരു കറുപ്പ് കളറാകുന്ന രൂപത്തിലായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗ്രാമ്പൂവും പട്ടയും ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതാണ്. കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതില്ലെങ്കിലും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടുതലാവരുത്. ഇഞ്ചിയോ വെളുത്തുള്ളിയോ കൂടുതലാകുമ്പോൾ അതിൻ്റെ ഒരു കുത്തൽ നമുക്ക് അനുഭവപ്പെടും. അതിലേക്ക് നമുക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് ഇട്ട് കൊടുത്തു. സാധാരണ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഞണ്ട് വെന്ത് കിട്ടും. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഷെല്ലാണല്ലോ ഇത്, അതിനകത്ത് നിന്ന് തന്നെ ഞണ്ടിങ്ങനെ വെന്ത് കിട്ടും. ഞാൻ ഉണ്ടാക്കിയ ഈ ഞണ്ട് റോസ്റ്റിൻ്റെ കളറ് കണ്ടാൽ തന്നെ അറിയാം കറി നല്ല രസമുണ്ടായിരുന്നു എന്നത്. കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ലാസ്റ്റാണ് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത്. എന്നിട്ടൊന്ന് വേവിച്ചെടുത്തു. അതിലെ എണ്ണയൊക്കെ ഒന്ന് മുകളിലോട്ട് ഊറി വരുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ പാകം. കറിക്ക് കാണുന്ന പോലെ തന്നെ രുചിയും ഉണ്ടായിരുന്നു. ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായി. ഇനി കഴിക്കുന്നതാണ് അടുത്ത ടാസ്ക്. ഇതിൻ്റെ ഷെല്ല് കളയണമല്ലോ. ഒന്നുകിൽ നമുക്ക് 2 കൈയും ഉപയോഗിച്ച് അമർത്തി പ്രസ് ചെയ്ത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഇറച്ചി കിട്ടും. അല്ലെങ്കിൽ ഒരു മുട്ടിയെടുക്കാം. മുട്ടിയെടുത്ത് മുട്ടുമ്പോൾ തോട് നല്ലവണ്ണം പൊടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ഞണ്ട് വേവിക്കാൻ ഞാനിവിടെ 20 മിനിറ്റ് ടൈം എടുത്തിരുന്നു. ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നമുക്ക് ഞണ്ടിൻ്റെ തോടിൻ്റെ കളറ് നോക്കി വെന്തത് മനസ്സിലാക്കാം. ഞണ്ടിൻ്റെ തോട് ഒരു റെഡ് കളറോ ഓറഞ്ച് കളറോ ആയിട്ടുണ്ടെങ്കിൽ അത് വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം.